രാജ്കുമാർ കൂടി ചേരുന്നു വിശദാംശങ്ങളുമായി. രാജ്കുമാർ, ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്താണ് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഈ കുളത്തുപുഴയിൽ മാത്രം, ഈ കുളത്തുപുഴ തെന്മല ഈ ഒരു പ്രദേശത്ത് മാത്രം ഏതാണ്ട് 50ഓളം വീടുകൾ വെള്ളത്തിൻ്റെ അടിയിലായി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുളത്തുപുഴ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അന്തർ സംസ്ഥാന റോഡിലെ കല്ലുവട്ടാംകുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഏതാണ്ട് 12ഓളം വീടുകൾ ഇപ്പം നമുക്ക് കാണാം. ഏതാണ്ട് ഇനി ഒരു അല്പസമയം കൂടി കഴിഞ്ഞാൽ ഈ വീട് പൂർണ്ണമായും വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും. ഇപ്പോൾ ഒരു 3/4% ആ വെള്ളം വീട് പൂർണ്ണമായി ആയിക്കഴിഞ്ഞു. ഇതുപോലെയാണ് ഒരു ഇവിടുത്തെ 12 വീടോ 12ഓളം വീടുകൾ വെള്ളത്തിൻ്റെ അടിയിലാണ്. ഇപ്പോൾ നാട്ടുകാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എത്ര മണി തൊട്ടാണ് ഈ വെള്ളം കയറി തുടങ്ങിയത്? ഇത് ഏകദേശം 4 മണി പുലർച്ചെ 4 മണിയോട് കൂടിയാണ് വെള്ളം കയറാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ എല്ലാവരും ഉറക്കത്തിലായിരുന്നു. എണ്ണിച്ച് വന്നപ്പോഴത്തേക്ക് വെള്ളം കയറി. സാധനങ്ങളൊന്നും എടുത്ത് മാറ്റാൻ പോലും സമയം കിട്ടിയില്ല. പിന്നെ അത്യാവശ്യ സാധനങ്ങൾ എടുക്കാൻ പോലും സമയമില്ല. പിന്നെ ഒരു ആധാറും റേഷൻ കാർഡ് അങ്ങനെയൊക്കെ സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം അതിനകത്ത് കിടക്കുവാണ്. ഇപ്പോൾ ഈ വീട് ഇപ്പോൾ മുങ്ങുന്ന അവസ്ഥയിലായിരിക്കുകയാണ്. ഈ വീട്ടിലെ സാധനങ്ങളൊന്നും എടുത്തിട്ടുമില്ല. നമുക്കിപ്പം വെള്ളം കയറുന്നതനുസരിച്ച് ഓരോ വീടിലും മാറ്റി സാധനങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുവാണ്. എപ്പോഴാണ് മൊത്തത്തിൽ വെള്ളം കയറും, അങ്ങനെ കയറുന്നതനുസരിച്ച് നമ്മൾ സ്കൂള് പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി മാറി നിൽക്കാൻ. എൻ്റെ വീട് ഈ ഫുള്ള് 3/4 വെള്ളം കയറിയത്. ഇത് എന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വിളിച്ചപ്പോഴാണ് ഞാൻ കഥ പറഞ്ഞപ്പോൾ. നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് കിട്ടിയിരുന്നോ? മഴയുണ്ട്, ഇതിനകത്ത് ജലനിരപ്പ് ഉയരുന്നുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ മുന്നറിയിപ്പ് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന് വിളിച്ചത് അലാറം പക്ഷെ ഞാൻ കേട്ടില്ല. അലാറം കേട്ടായിരുന്നു. പിന്നെ വലിയ മഴയില്ല. ഫോണിലല്ല, നമ്മൾ സ്കൂളില്. പക്ഷെ ഞാൻ അത് കേട്ടില്ലായിരുന്നു. എന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കഥ പറഞ്ഞപ്പോൾ സിറ്റൗട്ടിൽ ഫുള്ള് വെള്ളമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ പറക്കാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ ഇതിനെ വിളിച്ചു. ഇതിൻ്റെ വീട് ആദ്യം മുങ്ങുന്നത്. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞ് വെളുപ്പിനെ 4 മണിയായപ്പോൾ ഇതുവരെ വെള്ളം കയറുന്നുണ്ട് എന്നും പറഞ്ഞ് അതിനെ ഞാൻ ഫോൺ ചെയ്തു. അങ്ങനെയാണ് ആ കൊച്ച് എണ്ണീച്ചത്. ഒന്നാമത്തെ പ്രശ്നം ഇതും, പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഞങ്ങൾക്ക് വഴിയില്ല. ഈ വഴി അത്യാവശ്യം ഞങ്ങൾക്കൊന്ന് ഇങ്ങനെ സാധനങ്ങൾ പറക്കിക്കൊണ്ട് പോകണമെങ്കിൽ ഒരു ഉണ്ട്. കാട്ടുപോത്തും ആനയും ഇന്നലെയും അവിടെ കാട്ടുപോത്ത് വന്നേക്കുന്നു. ഇന്നലെ വെളുപ്പിനെയും വന്നേക്കുന്നു. ഇന്ന് രാവിലെ പോത്തുണ്ടായിരുന്നു. ഈ സിന്ദൂരി ഇപ്പോൾ ഈ കല്ലുവട്ടാംകുഴിയിലുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാനുള്ള സംവിധാനം ആയിട്ടുണ്ട്. ഇവരിനി അല്പസമയത്തിനകം അങ്ങോട്ടേക്ക് മാറാനാണ് സാധ്യത. ഇനിയിപ്പോൾ എന്തായാലും ഇത് 2-3 ദിവസം കഴിഞ്ഞ് ഈ വീടിനുള്ളിലേക്ക് കയറിയ പാമ്പും ഇതെല്ലാം ഇപ്പം നമ്മുടെ കൺമുമ്പിൽ തന്നെ ഒരുപാട് പാമ്പ് ഈ വീടിനുള്ളിലേക്കൊക്കെ പാഞ്ഞു പോകുന്നത് നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ പോകുന്നത് കാണുകയും ചെയ്തു. എല്ലാ ക്ഷുദ്രജീവികളും ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഭീഷണിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇവർ സൂചിപ്പിച്ചതുപോലെ ഇനി ആനയും കാട്ടുപോത്തും കൂടി ഈ സമയത്ത് വന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവർ ഇനിയിപ്പോൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി ഇവർ ക്യാമ്പുകളിലേക്ക് മാറാനാണ് സാധ്യത. അവിടെ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വീടിനുള്ളിൽ ഇനി ഇത് വീണ്ടും ഇവിടെ താമസയോഗ്യമാക്കണമെന്നുണ്ടെങ്കിൽ ഇനി അത് ദിവസങ്ങളെടുക്കും. ഇതിനകത്തുള്ള ഈ മഴ താരണം, ഈ വെള്ളം ഒഴുകി പോകണം. ഇത് ഇനി അതിനകത്തുള്ള ചെളി മുഴുവനും നീക്കം ചെയ്താൽ മാത്രമേ അവർക്ക് അവിടെ താമസയോഗ്യമാവുകയുള്ളൂ. മാത്രമല്ല ഈ ഫർണിച്ചറും മറ്റും മൊത്തവും നശിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നഷ്ടപരിഹാരം ഇത് എത്രമാത്രം നഷ്ടം സംഭവിച്ചിട്ടുള്ളത് കണക്ക് കൂടി എടുക്കേണ്ടി വരും. രാജ്കുമാർ, എന്തായാലും താങ്കളും സൂക്ഷിക്കുക. കാരണം നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ വെള്ളത്തിലും മറ്റും ഇറങ്ങി നിന്നിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാമ്പ് ഭീഷണിയൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. രാജ്കുമാർ, ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അവർക്ക് മുന്നറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. എപ്പോഴും സ്കൂളിൽ ഉയർന്ന ഒരു അലാറം മാത്രമാണ് അവർക്ക് ലഭിച്ചത്. ഈ പഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ മഴ മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുൻ സമയങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ള ഇടങ്ങളാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതല്ലേ? അത്തരം ഇടപെടലുകൾ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് പൊതുവേ ഇതിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുള്ള ജില്ലാ ദുരന്ത നിവാരണ സമിതിയാണ് സാധാരണഗതിയിൽ അത് നാഷണൽ തലത്തിൽ അത് വരും. സ്റ്റേറ്റ് തലത്തിൽ അതിൻ്റെ അലർട്ടുകൾ ഓരോ ജില്ലയ്ക്കും പോകും. അതാത് ജില്ലകൾക്കുള്ള ഇതിൻ്റെ ദുരന്ത നിവാരണ സമിതിയാണ് ഓരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ ഇതിനൊരു വലിയ പ്ലാനുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല. പതിറ്റാണ്ടുകളായി നമ്മൾ ചിട്ടപ്പെടുത്തിയെടുത്തിയ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ, മഴ പെയ്താൽ എന്തൊക്കെ സംഭവിക്കും, അതേപോലെ തന്നെ വേനൽക്കാലത്ത് എന്തെല്ലാം ദുരന്തങ്ങൾ സംഭവിക്കാം തുടങ്ങിയ പലതരത്തിൽ ഇതിന്റെ സ്റ്റഡീസ് ഉണ്ട്, പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളുടെ വെളിച്ചത്തിൽ കൂടിയാണ് തുടർന്നൊന്ന് സംഭവിക്കാൻ അതിനൊരു അലർട്ട് എടുക്കുകയും അത് പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആ പ്രതിരോധ നടപടികളും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കുള്ള മുന്നറിയിപ്പുകൾ പല സ്ഥലത്തും കിട്ടിയിരുന്നില്ലെന്ന് പറയുന്ന ഒരു വ്യാപക പരാതിയും ആക്ഷേപവും ഉയരുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത് റവന്യൂ അധികൃതരും മറ്റും ഇറങ്ങി നേരത്തെ തന്നെ അനൗൺസ്മെന്റുകൾ നടത്തുകയും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ടോ, പുഴയിലും മറ്റും തോടുകളിലും ജലനിരപ്പ് ഉയരുന്നുണ്ടോ, ഇതൊക്കെ നിരന്തരമായി ഒരു നിരീക്ഷണത്തിന്റെ കൂടിയാണ് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യാറ്. പക്ഷേ എന്തുകൊണ്ടെന്നാണെന്ന് അറിയില്ല, ഇതിലൊന്നും ഇക്കുറി അതൊന്നും ഉണ്ടായില്ല എന്നുള്ളൊരു പരാതി ഇപ്പോൾ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്.